കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ ചാന്ദ്രമനുഷ്യന്റെ പര്യടനം തുടരുന്നു. കൃഷ്ണപുരം ടെക്നിക്കൽ സ്കൂളിൽ ചാന്ദ്രമനുഷ്യൻ കുട്ടികളുമായി സംവദിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ മാസം 31 വരെ ചാന്ദ്രമനുഷ്യന്റെ പര്യടനം സംഘടിപ്പിച്ചിട്ടുള്ളത്. കൃഷ്ണപുരം ടെക്നിക്കൽ സ്കൂളിലും ചാന്ദ്രമനുഷ്യൻ പര്യടനം നടത്തി. ഇവിടെ എത്തിയ ചാന്ദ്രമനുഷ്യൻ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ലിവിങ് ആയിട്ടുള്ള ജന്തുക്കളോ ജീവികളോ ഒക്കെ ഉണ്ടോന്നാണ്. ഓക്കെ നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറഞ്ഞാൽ പേടിക്കുമോന്നാണ്. പേടിക്കോ? ഇല്ല. ഏലിയൻസ് ഉണ്ട്, യാതൊരു സംശയം വേണ്ട. കാരണം നമ്മുടെ സൂര്യന് ചുറ്റുമാണ് ഈ 8 ഗ്രഹങ്ങൾ കറങ്ങുന്നത് അല്ലേ? ആ 8 ഗ്രഹങ്ങളിൽ ഭൂമിയിൽ ജീവജാലങ്ങളുണ്ടല്ലോ, ഉണ്ടല്ലോ. ശരിക്കും കേൾക്കണം. നിങ്ങൾ അദ്ദേഹത്തിന്റെ ഈ സൂത്രങ്ങളൊക്കെ നോക്കിയിരുന്നത് കാര്യമില്ല. ജില്ലാ സെക്രട്ടറി മുരളി കാട്ടൂർ വിശദീകരണം നൽകി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് നിങ്ങളെ പരിചയപ്പെടുത്തണമെന്നില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ശാസ്ത്ര പ്രസ്ഥാനമാണ്. അത് കുട്ടികൾക്ക് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പൊതുസമൂഹത്തിന് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ഇത്തരത്തിലുള്ള റോബോട്ടുകളുമായി വന്ന് കുട്ടികളുമായിട്ട് സംസാരിക്കുന്നത്. പിന്നെ വിജ്ഞാനോത്സവം നിങ്ങൾ കൊച്ചു ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. വിജ്ഞാനോത്സവവും ക്യാമ്പുകൾ, ഇങ്ങനെ പരിസ്ഥിതി ക്യാമ്പുകൾ ഒക്കെ ധാരാളമായി വിദ്യാഭ്യാസ രംഗത്ത് സജീവമായി ഇടപെടുന്ന സംഘടനയാണ് പരിഷത്ത്. പരിഷത്ത് കഴിഞ്ഞ 4 വർഷമായി ആലപ്പുഴ ജില്ലയിൽ ഇത്തരം റോബോട്ടുകളുമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് 2ാമത്തെ ദിവസമാണ് കായംകുളം മേഖലയിൽ. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ പ്രസിഡന്റ് ഹരികുമാർ കൊട്ടാരത്തിൽ അധ്യക്ഷത വഹിച്ചു. ബാബു വള്ളികുന്നം, കെ ഗീതാകൃഷ്ണൻ, നിസാർ പൊന്നാരേത്ത്, സലിംലാൽ, സ്കൂൾ സൂപ്രണ്ട് ഷൈജു ജിആർ, ബി രാജീവ്, ഡോക്ടർ അഹിന, അജയകുമാർ, ബബിത, രോഹിത് എന്നിവർ നേതൃത്വം നൽകി. ട്രാവൽ എന്ന് പറയുന്ന സംഭവമല്ലോ, പ്രകാശ വേഗത്തിന് അതീതമായി സഞ്ചരിക്കുന്ന രീതി. അങ്ങനെയാണോ വല്ലോ സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും തരത്തിൽ നമുക്ക് തൊട്ടടുത്തുള്ള പ്രോക്സിമ സെന്ററി എന്ന് പറയുന്ന സ്റ്റാറിന് അടുത്തെങ്കിലും പോകാൻ പറ്റും. നമ്മുടെ അടുത്ത് കാണുന്ന നക്ഷത്രമാണ്. ന്യൂസ് ബ്യൂറോ, കായംകുളം.